പശ്ചിമ ബംഗാളിലെ സിംഹവിവാദവുമായി ബന്ധപ്പെട്ട ഹർജി തീർപ്പാക്കി കൽക്കട്ട ഹൈക്കോടതി. സിംഹങ്ങൾക്ക് അക്ബർ, സീത എന്ന പേര് നൽകിയത് ശരിയായ നടപടിയല്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. പേര് മാറ്റി വിവാദമൊഴിവാക്കാനും കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം VHP നൽകിയ റിട്ട് ഹർജി അനുവദിക്കാനാകില്ലെന്ന് കോടതി അറിയിച്ചു. റിട്ട് ഹർജിയായി ഈ ആവശ്യം നിലനിൽക്കില്ല എന്നും അറിയിച്ച കോടതി പൊതുതാൽപര്യ ഹർജിയായി മാറ്റാൻ നിർദ്ദേശിച്ചു. 10 ദിവസത്തിനുള്ളിൽ റെഗുലർ ബെഞ്ചിന് മുന്നിൽ സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ബംഗാളിൽ അല്ലാതെ തന്നെ നിരവധി വിവാദങ്ങളുണ്ട്. ഇതിനിടെ ഈ വിവാദം ഒഴിവാക്കണമെന്നായിരുന്നു കോടതി പറഞ്ഞത്. മൃഗങ്ങൾക്ക് ഇങ്ങനെ ദൈവങ്ങളുടെയും നൊബേൽ സമ്മാന ജേതാക്കളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പേരിടാമോ എന്ന് കോടതി ചോദിച്ചു. വീട്ടിലെ വളർത്തുനായ്ക്ക് ഏതെങ്കിലും ദൈവങ്ങളുടെ പേരിടുമോ എന്നും സർക്കാർ അഭിഭാഷകനോട് കോടതി ചോദിച്ചു. സർക്കാർ അഭിഭാഷകൻ്റെ വളർത്തുമൃഗങ്ങളുടെ പേര് എന്തൊക്കെയെന്ന് കോടതി ആരാഞ്ഞു. സിംഹത്തിന് സ്വാമി വിവേകാനന്ദൻ എന്നോ രാമകൃഷ്ണൻ എന്നോ പേരിടുമോ എന്നും കോടതി ചോദിച്ചു. സിംഹത്തിന് അക്ബർ എന്ന പേരിട്ടത് ശരിയല്ലെന്നും കോടതി കുറ്റപ്പെടുത്തി. വേറെ എത്ര പേരുകൾ ഉണ്ടായിരുന്നുവെന്നും കോടതി ചോദിച്ചു. അതേസമയം സീത, അക്ബർ എന്ന് പേര് നൽകിയത് ത്രിപുര സർക്കാരാണെന്ന് ബംഗാൾ സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. ഇതിൻ്റെ രേഖകൾ കോടതിയിൽ ഹാജരാക്കി. മൃഗങ്ങളുടെ കൈമാറ്റ പദ്ധതി പ്രകാരമാണ് ബംഗാളിലേക്ക് സിംഹങ്ങളെ എത്തിച്ചതെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ത്രിപുര പേര് നൽകിയപ്പോൾ അതിൽ മിണ്ടാത്ത VHP ആണ് ഇപ്പോൾ ഹർജിയുമായി വന്നിരിക്കുന്നതെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞു. ആരാധനാമൂർത്തികളുടെ പേര് മൃഗങ്ങൾക്ക് നൽകരുതെന്ന് പേര് മാറ്റാൻ ബംഗാൾ സർക്കാർ തയ്യാറാണെന്നുമായിരുന്നു VHPയുടെ ഹർജിയിലെ വാദം. വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതിലാണ് കോടതിയിലെത്തിയതെന്നും കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അഭിഭാഷകൻ ശുഭാങ്കർ ദത്ത നേരത്തെ പ്രതികരിച്ചിരുന്നു. ഫെബ്രുവരി 16 കൊൽക്കത്ത ഹൈക്കോടതിയുടെ ജൽപൈഗൂരി ബെഞ്ചിന് മുന്നിൽ VHP വിചിത്ര ഹർജി എത്തിയത്. അക്ബർ സിംഹത്തെ സീത സിംഹത്തോടൊപ്പം പാർപ്പിക്കരുതെന്നായിരുന്നു ഹർജി. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ബംഗാൾ ഘടകമാണ് ഹർജി നൽകിയത്. അടുത്തിടെയാണ് ത്രിപുരയിലെ സബാഹിജാല പാർക്കിൽ നിന്നാണ് സിംഹങ്ങളെ ഇവിടേക്കെത്തിച്ചത്. പാർക്കിലെ മൃഗങ്ങളുടെ പേരുകൾ മാറ്റാറില്ലെന്നാണ് സഫാരി പാർക്ക് അധികൃതർ പറയുന്നത്. സംസ്ഥാന വനം വകുപ്പിനെയും ബംഗാൾ സഫാരി പാർക്കിനെയും എതിർകക്ഷികളാക്കിയാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഹർജി. പാർക്കിലെത്തുന്നതിന് മുൻപ് തന്നെ സിംഹങ്ങൾക്ക് പേരുണ്ടെന്നാണ് ബംഗാൾ വനം വകുപ്പ് വിശദീകരിക്കുന്നത്.